ശശി തരൂരിൻ്റെ രഹസ്യ നീക്കത്തിൽ പതറിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്നാണ് നിരീക്ഷണം. അതായത് ഈ ഇലക്ഷൻ കഴിയുന്നു, കേരളത്തിൻ്റെ ഇലക്ഷൻ, അതിനുശേഷം ശശി തരൂർ എവിടെയാണ്? ഈ സർക്കാർ രൂപീകരണം നടക്കുന്നു, അതിൻ്റെ ഒന്നും ഭാഗമാകുന്നില്ല. അതുമാത്രവുമല്ല, പശ്ചിമ ബംഗാളിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കോൺഗ്രസിനകത്ത് അനവധി പ്രശ്നങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. വലിയ പ്രതിരോധത്തിലും പ്രതിസന്ധികളിലും കൂടിയാണ് കോൺഗ്രസ് കടന്നു പോകുന്നത് എന്നുള്ളതാണ്. ഇനി വരാനിരിക്കുന്നത് പഞ്ചാബിലെ തിരഞ്ഞെടുപ്പുമാണ്. എങ്കിലും ഇതിൻ്റെ എല്ലാം മൂർധന്യത്തിൽ നിൽക്കുമ്പോൾ പാർലമെൻറ്റിൽ പലവിധമായ വിമർശനങ്ങളും പ്രശ്നങ്ങളും ഉന്നയിക്കപ്പെടുമ്പോഴും ശശി തരൂരിനെ കാണാനില്ല. ശശി തരൂർ രഹസ്യ നീക്കത്തിലാണ് എന്നാണ് പറയപ്പെടുന്നത്. ശരിക്കും അതെന്തായിരിക്കാം? അത് ഭയന്നാണോ രാഹുൽ ഗാന്ധി ഇരിക്കുന്നത്? സാറിൻ്റെ വിലയിരുത്തൽ എന്താണ്? ശശി തരൂരിൻ്റെ നീക്കം ഇനി എന്തായിരിക്കും? ശശി തരൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശശി തരൂരിന് ഇന്നത്തെ കോൺഗ്രസ് ലീഡർഷിപ്പിനെ അംഗീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. കോൺഗ്രസ് ലീഡർഷിപ്പിന് ശശി തരൂരിനെ അംഗീകരിക്കാനും ബുദ്ധിമുട്ടാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പല ലേഖനങ്ങളും കാര്യങ്ങളും എഴുത്തും എല്ലാം പലപ്പോഴും ചില സമയത്ത് ഇവരെ വിമർശിച്ചുകൊണ്ടാണ്. ഇതും കൂടാതെ ഓപ്പറേഷൻ സിന്ദൂർ വന്ന സമയത്ത് തന്നെ ഇവരായിട്ട് പ്രശ്നങ്ങളായി. കാരണം ഇദ്ദേഹത്തിനെ നേരിട്ട് ക്ഷണിച്ചു ഗവൺമെൻറ്, ഇൻസ്റ്റെഡ് ഓഫ് ഇൻവൈറ്റിംഗ് ദ പാർട്ടി. മറ്റ് സ്ഥലങ്ങൾ പലപ്പോഴും പാർട്ടിയായി നിങ്ങളുടെ ഒരാളെ തരണമെന്നാണ് പറഞ്ഞത്. ഇദ്ദേഹത്തിനെ നേരിട്ട് വിളിച്ചു. അപ്പോൾ ദാറ്റ് മീൻസ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ, മോഡി ഗവൺമെൻറ്റിൻ്റെ പല നയങ്ങളോടും ഇദ്ദേഹത്തിന് യോജിപ്പുണ്ടാകുന്നതുകൊണ്ടായിരിക്കുമല്ലോ. ഏതായാലും ആ വിദേശ പര്യടനങ്ങൾക്കിടയ്ക്ക് നമുക്ക് മോദി സർക്കാരിൻ്റെ, ഭാരത സർക്കാരിൻ്റെ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള സ്റ്റെപ്പ് എടുത്തതിൻ്റെ ആ കാര്യം, അതിൻ്റെ സാഹചര്യം, അതിൻ്റെ ന്യായീകരണം ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നതിൽ ഈ പോയ ഡെലിഗേഷൻസിൽ വെച്ച് ഏറ്റവും അധികം വിജയിച്ച ആൾ ശശി തരൂരാണ്. പിന്നെ അദ്ദേഹത്തിന് ഡിപ്ലോമാറ്റിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, UNOയിലെ അണ്ടർ സെക്രട്ടറി ആയിരുന്നു ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരെക്കാളൊക്കെ കുറച്ചുകൂടി എളുപ്പമാണ് വിദേശത്തുള്ള ആൾക്കാരായിട്ട് സംസാരിക്കാനായിട്ട്, അവരെ കൺവിൻസ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു പല രൂപത്തിലുള്ള ഇവരുടെ ഒരു ഇതാണ്. അതുകൂടാതെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി, കോൺഗ്രസിൻ്റെ AICC പ്രസിഡൻ്റായിട്ട് മത്സരിക്കുക എന്നുള്ളൊരു അങ്ങനത്തെ ഒരു സാഹസം അദ്ദേഹം കാണിച്ചു. അപ്പോൾ അതുകൊണ്ട് ഏതായാലും അവർക്ക് കണ്ണിൽ കരടാണ് ഈ മനുഷ്യൻ. ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് അവരായിട്ട് ഒത്തുപോകാനായിട്ട് സാധിക്കുന്നുമില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ നാച്ചുറൽ ചോയ്സ് ഒരു പുതിയ പാർട്ടി രൂപീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ നിലവിലുള്ള ഒരു പാർട്ടിയിൽ ചേരുക എന്നുള്ളതായിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ രീതികളനുസരിച്ച് ഒരു പുതിയ പാർട്ടി രൂപീകരിക്കാൻ എളുപ്പമാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഗ്രൗണ്ട് ടു ദ എർത്ത്, അങ്ങനെ ഒരു ഏറ്റവും താഴേക്കിടയിലുള്ള നമ്മുടെ സാധാരണ ഗ്രാസ് റൂട്ട് ലെവലിൽ അങ്ങനെ പ്രവർത്തിച്ചിട്ടുള്ള ശീലമുള്ള ആളോ അങ്ങനത്തെ വേർക്കുന്ന ആളും അല്ലല്ലോ. കാരണം അദ്ദേഹം എല്ലാ കാലത്തും ഒരു എലീറ്റ് മനുഷ്യനായിരുന്നു, അരിസ്റ്റോക്രാറ്റിക് ലൈഫായിരുന്നു, അങ്ങനത്തെ ജോലിയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരാളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു പാർട്ടി രൂപീകരിക്കണമെങ്കിൽ കുറേ അധ്വാനം ഉണ്ടാകും. ധാരാളം ആൾക്കാർ അതിനുവേണ്ടി കണ്ടുപിടിക്കണം, കീ പൊസിഷനിൽ കൊണ്ടുവരണം. എല്ലാവരും ഏതെങ്കിലും പാർട്ടിയിലുള്ളവരായിരിക്കുമല്ലോ. അപ്പോൾ അതിൽപ്പെട്ട ആളുകളെ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ഒരു പാർട്ടിയിലും ഇല്ലാതിരിക്കുന്ന ഇങ്ങനെ പോലെ തന്നെയുള്ള ഏതെങ്കിലും പൊസിഷനിലുണ്ടായിരുന്ന ആൾക്കാരെ കൊണ്ടുവരാൻ സാധിക്കണം. സാർ, ഇത്ര പോലും ലോകവീക്ഷണം ഇല്ലാതിരുന്ന ആളാണ് ജോസഫ് വിജയ്, ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രിയാണ്. ശശി തരൂരിന് അപ്പോൾ സാധിക്കില്ലേ? ജോസഫ് വിജയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഫോളോവേഴ്സ് ഉണ്ട്, കോടികൾ അല്ലെങ്കിൽ ലക്ഷങ്ങളോ കോടികളോ വലിയൊരു ഫോളോവേഴ്സ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നല്ലോ. ആ പാർട്ടി അല്ലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനൊരു പാർട്ടിയാക്കി മാറ്റാൻ, ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ അതിനൊരു പാർട്ടിയാക്കി മാറ്റാൻ അത്ര വിഷമമില്ല, എളുപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു വാക്വത്തിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കുന്നതിനേക്കാൾ എളുപ്പമാണ്. അതാണ് വിജയിലും ഇങ്ങരും തമ്മിലുള്ള വ്യത്യാസം. ഇങ്ങൾക്ക് അങ്ങനത്തെ ശീലങ്ങളില്ലല്ലോ. ഇങ്ങനെ അവിടെ നിന്ന് വന്നതിന് ശേഷം നേരെ MP ആവുന്നു, മന്ത്രിയാവുന്നു, അങ്ങനെ എല്ലാ പൊസിഷൻസിലും. അതും കഷ്ടപ്പാടിൻ്റെ രൂപത്തിൽ അദ്ദേഹത്തിന് ജീവിച്ച് ശീലമില്ല ഈ മന്ത്രിയും MP ആയതിനു ശേഷമൊക്കെ. ഇപ്പോൾ ഞാനൊന്ന് വായിച്ച ഓർമ്മയുണ്ട്, മന്ത്രിയായതിനു ശേഷം വീടുകൾ അലോട്ട് ചെയ്ത് ചെയ്യാൻ വീടുകളുണ്ടായിരുന്നില്ല അത്രയും ഡൽഹിയിൽ. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ഒരു സ്റ്റാർ ഹോട്ടലിൽ, 5 സ്റ്റാർ എന്താണ് താമസിച്ചതെന്ന് പറഞ്ഞു ദിവസങ്ങൾ. അതൊന്നും ഗവൺമെൻറ്റിൻ്റെ പൈസ അല്ല എന്ന് പറയുന്നു, സ്വന്തം പൈസയാണ്. അത് നല്ല കാര്യം, സ്വന്തം പൈസ ചിലവാക്കുന്നു. പക്ഷേ അതിൻ്റെ അർത്ഥം എന്താ? അദ്ദേഹത്തിന് സാധാരണ ആൾക്കാരെ പോലെ ജീവിക്കാൻ പറ്റില്ല എന്നല്ലേ. അതുകൊണ്ട് ഒരു പാർട്ടി ഉണ്ടാക്കൽ എളുപ്പമായിരിക്കണം. പക്ഷേ നിലവിലുള്ള ഏതെങ്കിലും പാർട്ടിയായിട്ട് യോജിച്ച് പോകാനായിട്ട് പറ്റും.
വിചാരിച്ചു കഴിഞ്ഞാൽ. BJP ആയിട്ടൊക്കെ ഒരു വിശ്വസമായിരിക്കാൻ പറ്റുന്ന ആളാണ്. BJP ആയിരിക്കും അദ്ദേഹത്തിന് അടുത്ത ചോയ്സ്. BJPയുടെ ലീഡർഷിപ്പിന് അദ്ദേഹത്തിന് സ്വീകരിക്കാൻ വിഷമം ഉണ്ടാവില്ല. കാരണം വളരെ സോഫിസ്റ്റിക്കേറ്റഡാണ്, ധാരാളം കാര്യങ്ങൾ അറിയുന്ന ആളാണ്. പല രൂപത്തിൽ അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ സാധിക്കും, അദ്ദേഹത്തിൻ്റെ ടാലൻസ് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് BJPയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് സ്വീകരിക്കാൻ വിഷമം ഉണ്ടാകാൻ വഴിയില്ല. പിന്നെ ആകെ ഇടക്കാലത്ത് BJPയിലേക്ക് ഇദ്ദേഹം പോവാതിരിക്കാനുള്ള ഒരു കാരണം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ മരണവും അതിനെപ്പറ്റിയുള്ള കുറേ കേസും, സുനന്ദ പുഷ്കറിൻ്റെ മരണവും കേസും കുറച്ച് അതിനോടനുബന്ധിച്ച് കുറേ ആരോപണങ്ങളും ഒക്കെ വന്നല്ലോ, കുറേ അലിഗേഷൻസ് വന്നു. അപ്പം അങ്ങനെ ഒരു സമയത്ത് BJPക്ക് ഇദ്ദേഹത്തിന് സ്വാഗതം ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ ആയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ആ കാര്യങ്ങളൊക്കെ മിക്കവാറും കെട്ടടങ്ങിയ അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് BJPക്ക് അദ്ദേഹത്തിന് സ്വീകരിക്കാം, അത് സംഭവിക്കാവുന്ന കാര്യമാണത്. അതല്ലാതെ സ്വന്തം ഒരു പാർട്ടിക്കുള്ള സാധ്യത കുറവാണ്. അതിപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ചിലപ്പോൾ ഇദ്ദേഹം 2020 ആ പ്രദേശത്തിനപ്പുറം അദ്ദേഹത്തിന് പോകാൻ പറ്റിയില്ലല്ലോ. സാബുവിന് കിഴക്കമ്പലം, കരിമോള അങ്ങനെയുള്ള കുറേ പ്രദേശങ്ങൾക്കപ്പുറം അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞില്ല. കാരണം അദ്ദേഹത്തിന് അങ്ങനെ ഓടി നടന്ന് ഭക്ഷണവും ഉറക്കമൊക്കെ ഒരു സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ. ഇപ്പം ഞാൻ സ്വന്തം എക്സ്പീരിയൻസ് എന്ന് പറയാം, ഞാൻ സംഘടനാ പ്രവർത്തനത്തിൽ ഇപ്പോൾ കുറച്ച് വർഷങ്ങളാണ് ചുമതലകളില്ലാത്തത്. പക്ഷേ ചുമതല ഉണ്ടായിരുന്ന കാലത്ത് നമുക്ക് വിചാരിച്ച പോലെ ഒന്നും നടക്കില്ല. വിചാരിച്ച പോലെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, വിചാരിച്ച പോലെ റെസ്റ്റ് കിട്ടില്ല. ഒന്നും നമ്മുടെ സ്വന്തം കയ്യിലല്ല, നമ്മളൊരു യന്ത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ യന്ത്രം തിരിയുന്നതനുസരിച്ച് നമുക്ക് തിരിഞ്ഞു നോക്കൂ. അല്ലെങ്കിൽ നമ്മൾ താഴേക്കിടയിലുള്ള ആൾക്കാർ, അണികൾ ഒരു ആവശ്യത്തിന് നമ്മൾ സമീപിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉറക്കം എൻ്റെ സമയമാണ്, അല്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് കുടിക്കാൻ പറ്റിയില്ല എന്നൊന്നും പറയാനൊക്കെ ഇല്ല. ഇറങ്ങി പുറപ്പെടേണ്ടി വരും. അപ്പോൾ അതാണ് ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കുമ്പോഴേ വെല്ലുവിളി അതാണ്. പക്ഷെ നിലവിലുള്ളൊരു പാർട്ടിയിലാകുമ്പോൾ ഈ പറഞ്ഞ ചാലഞ്ചസ് ഇല്ല. ആ കൂട്ടത്തിലങ്ങ് ഒഴുകിപ്പോയാൽ മതിയാവും. അതുകൊണ്ട് അങ്ങനെ ഒരു സാധ്യത കാണാം. പക്ഷേ ഇതൊക്കെയാണെങ്കിലും 3 വർഷം അദ്ദേഹത്തിന് മിനിമം 3 അല്ലെങ്കിലും 2 കൊല്ലമെങ്കിലും വെയിറ്റ് ചെയ്യാതിരിക്കില്ല. അതിനിപ്പോൾ ഇനിയിപ്പോൾ പാർലമെൻറ്റ് ഇലക്ഷൻ, ലോക്സഭ ഇലക്ഷൻ നടക്കാനായിട്ട് 3 വർഷമുണ്ട്. ഇപ്പോൾ 3 വർഷം ഇങ്ങനെ ഒരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ ആൻറ്റി ഡിഫെക്ഷൻ ബില്ലിൻ്റെ പരിധിയിൽ വരും, അദ്ദേഹത്തിന് പാർലമെൻറ്റ് അംഗത്വം നഷ്ടപ്പെടും. അത് ഉറപ്പാണല്ലോ. അതെ. അപ്പോൾ പിന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ഇന്നത്തെ നിലയ്ക്ക് കോൺഗ്രസ് ഇപ്പോൾ ഇവിടെ ഭരണം കൂടിയുള്ള ഒരവസ്ഥയുണ്ട്. കോൺഗ്രസ് അല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ജയിക്കുമെന്ന് അങ്ങനെ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ കരിസ്മ മാത്രമല്ലല്ലോ അദ്ദേഹത്തിനെ ജയിപ്പിച്ചത്. കോൺഗ്രസിൻ്റെ വോട്ട് ഒരു റിയാലിറ്റി അല്ലേ. അതെ. കാരണം ഇദ്ദേഹം ആദ്യമായിട്ട് ജയിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയൊന്നും അല്ലല്ലോ. ഇതിനു മുമ്പ് ചാൾസ് വരെ ഒക്കെ പലരും ജയിച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ശിവകുമാർ അവിടുത്തെ MP തിരുവനന്തപുരത്ത് നിന്ന് ലോക്സഭ മെമ്പറായിരുന്നു. അപ്പോൾ ഇല്ലാത്തൊരു സീറ്റ്, കോൺഗ്രസിൻ്റേതല്ലാത്തൊരു സീറ്റ് വിജയിപ്പിച്ചെടുത്ത ആളെന്നുള്ള ക്രെഡിറ്റ് ഒന്നും അങ്ങനെ അവകാശപ്പെടാനില്ല. കോൺഗ്രസിൻ്റെ നിലവിലുള്ളൊരു സീറ്റിൽ ജയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ കോൺഗ്രസിനുള്ള സംഘടന വ്യക്തമായിട്ട് പ്രവർത്തിച്ചിട്ടൊന്നുമില്ല, അതിൻ്റെ മെഷീനറി പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊന്നും നമുക്ക് ഡിനൈ ചെയ്യാൻ പറ്റില്ല. പേഴ്സണൽ കരിസ്മ കൊണ്ടൊരു ലോക്സഭ ഇലക്ഷൻ കേരളത്തിൽ ജയിക്കാൻ എളുപ്പമല്ല ആർക്കും, അദ്ദേഹത്തിനല്ല ആർക്കും. ഒരുപക്ഷെ ഭാരതത്തിൽ തന്നെ ഇപ്പോൾ നടക്കുമെന്ന് എനിക്കറിയില്ല. പണ്ടത്തെ കാലത്തൊക്കെ നടന്നിട്ടുണ്ടാവും. പണ്ടത്തെ കാലത്ത് MLA ആയാലും MP ആയാലും ഒക്കെ ഉണ്ട്, ഒരു പാർട്ടിയിലെങ്കിലും മത്സരിച്ചാൽ ചിലപ്പോൾ ജയിക്കും. ഇന്ന് ആ സ്ഥിതിയൊക്കെ മാറി, പൊളിറ്റിക്സിൻ്റെ മൊത്തമുള്ള ഡൈനാമിക്സ് മാറിപ്പോയി. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു സ്ഥാനമില്ലാതെ ലോക്സഭ മെമ്പർഷിപ്പ് ഒന്നും ഇല്ലാതിരിക്കാനായിട്ട് അദ്ദേഹം ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇപ്പോൾ പ്രിയം പറഞ്ഞ പോലെ അതിൻ്റെ ഗ്രൗണ്ട് വർക്ക് കുറേശ്ശെ തുടങ്ങിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിന് എവിടെയും കാണുന്നില്ല എന്നുള്ളൊരു ഫാക്റ്റാണ്. കേരളത്തിൽ ഇത്രയധികം മന്ത്രിസഭ രൂപീകരിക്കലും തർക്കവും ബഹളമൊക്കെ വരുമ്പോൾ എവിടെ ആളുണ്ടായിരുന്നില്ല. ഇപ്പോൾ ബംഗാളിൽ ഇത്ര വലിയൊരു സംഭവം നടക്കുന്നു, അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളിൽ കാണുന്നില്ല. ഇനി ലോക്സഭയിൽ തന്നെ അദ്ദേഹം ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അദ്ദേഹം പറഞ്ഞയാളുടെ എന്തെങ്കിലും ഉന്നയിച്ചൊരു പ്രധാന കാര്യമൊന്നും ഞാൻ പത്രത്തിൽ വായിച്ചിട്ടില്ല. അതുകൊണ്ട് ഗ്രൗണ്ട് വർക്ക് തുടങ്ങിയിട്ടുണ്ടായിരിക്കണം, ഇനി എന്ത് ചെയ്യണമെന്നുള്ളത്. അതെ. ഏതായാലും രാഹുൽ ഗാന്ധിക്ക് അതിൻ്റെ പേരിൽ ഒരു നല്ല ഭയം രൂപപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ശശി തരൂരിനെ ഉൾപ്പെടുത്താതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി എന്നുള്ളതാണ്. ആ ഭയത്തിൽ തന്നെ ആയിരിക്കണം ഇപ്പോൾ അവർ മുന്നോട്ട് പോകുന്നത്. അത് തീർച്ചയായിട്ടും ഉണ്ടാവും, ആ ഭയം ഉണ്ടാവും. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചെന്ന് അവർ ഭയപ്പെട്ട് തന്നെ ജീവിക്കുന്നത്. കാരണം ഇന്ത്യ സഖ്യം പൊട്ടി നശിച്ചു കഴിഞ്ഞു. പിന്നെ കോൺഗ്രസിനകത്ത് തന്നെയുള്ള ആൾക്കാർ
വെല്ലുവിളിക്കുന്നു. ഇപ്പോൾ ഇവിടെ തന്നെ മുഖ്യമന്ത്രി ഭാഗത്ത് നിന്നിട്ട് 3 ആൾക്കാർ തന്നെ ഫൈറ്റ് കണ്ടതാണ്. മിക്ക സ്റ്റേറ്റുകളിൽ ഈ പ്രശ്നങ്ങളുണ്ട്. ശിവകുമാറിൻ്റെ പ്രശ്നം കർണാടകത്തിൽ, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് ഒരാൾ പോകുന്നത് പോലും അവർക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ നീക്കത്തിന് അവർ കരുതലോടെ തന്നെ സൂക്ഷിച്ചായിരിക്കും, ഭയത്തോടുകൂടി ആയിരിക്കും നോക്കിക്കാണും. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെക്കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ. അവിടെയും ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.